വാലന്റൈൻസ് ഡേയിൽ വിവാഹിതരായ ട്രാൻസ്മെൻ ദമ്പതികളിൽ ഒരാൾ ജീവനൊടുക്കി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്മെൻ ബോഡി ബിൽഡറായ പ്രവീൺ നാഥാണ് ജീവനൊടുക്കിയത്. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ വെച്ച് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയാൽ പ്രവീൺ നാഥ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മിസ്റ്റർ കേരള ട്രാൻസ്മർ എന്ന രീതിയിലാണ് പ്രവീൺ സുപരിചിതയായത്. കേരളത്തിലെ ആദ്യ ട്രാൻസ് ബോഡി ബിൽഡറായ പ്രവീൺ റിഷാന ഐഷയും ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ പ്രണയദിനത്തിലായിരുന്നു ഇരുവരും വിവാഹിതരായത്. പിന്നീട് ദിവസങ്ങൾക്ക് മുൻപ് ഇരുവരും പിരിയുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈയിടെ വരെ ഈ വാർത്തകൾ വളരെ സജീവമായി തന്നെ സോഷ്യൽ മീഡിയ രംഗങ്ങളിലെല്ലാം വൈറലായി മാറിയിരുന്നു. പലവരും ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചു. എന്നാൽ ഇതോടെ പ്രവീൺ തന്നെ ഈ വാർത്തകൾ നിഷേധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന രീതിയിലായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റുകൾ. ഇത് കണ്ട് ഒട്ടനേകം ആരാധകർ തന്നെ വിഷമത്തിലായി. പ്രവീണിന് തന്നെ ഒട്ടനേകം ആരാധകർ കേരളത്തും പുറത്തുമായുണ്ട്. ആദ്യത്തെ ട്രാൻസ്മെൻ ബോഡി ബിൽഡർ ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ പ്രവീണിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇരുവരും വിവാഹം കഴിച്ചതോടെ ഇഷ്ടം കൂടുകയായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് നിഷേധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രവീൺ നാഥ് തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ വെച്ച് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ചികിത്സയിലായിരിക്കവെയാണ് മരണപ്പെട്ടത്. ആത്മഹത്യയ്ക്ക് കാരണമെന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. റിഷ ഐഷയും പ്രവീൺ നാഥും തമ്മിൽ ഏറെ നാളത്തെ ബന്ധമായിരുന്നുള്ളത്. ഒട്ടനേകം നാളുകൾ ഇവർ കാമുകന്മാരായി സ്നേഹിച്ചിരുന്നു. പിന്നീടാണ് ഈ കഴിഞ്ഞ പ്രണയദിനത്തിൽ ഇരുവരും വിവാഹിതരായത്. ഒട്ടനേകം ആളുകൾ തന്നെ ഇവർക്ക് ആശംസകളുമായി എത്തിയിരുന്നു. പ്രവീൺ നാഥിൻ്റെ ഈ വിയോഗ വാർത്ത മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടത്. ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോഴൊന്നും ആരും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം പ്രവീൺ ചെയ്യുമെന്ന്. എന്താണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. റിഷാന ഐഷയുമായി ഏറെ നാളത്തെ ബന്ധത്തിന് ശേഷം ഇപ്പോൾ വിവാഹമോചിതരായി എന്ന രീതിയിൽ ഒട്ടനേകം ആളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ അടിച്ചിറക്കിയത്. എന്നാൽ ഇതിനെ നിഷേധിച്ചായിരുന്നു പ്രവീണിൻ്റെ പോസ്റ്റുകൾ വന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.